ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ ഒരു അടിപൊളി എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഡീഫ്ലോ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇവർ സൊലാനേൻ്റെ മേലെയുള്ള ഒരു പുതിയ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. കറൻ്റ്ലി ഇവരുടെ പോയിന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമ്മൾ ഇതിൽ കുറച്ച് ഫണ്ട്സ് ലോക്ക് ചെയ്ത് ഇതിൽ എക്സ്പിയും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇവരുടെ എയർ ഡ്രോപ്പ് വരുമ്പം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മിനിമം $5 നിങ്ങൾക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഒരു 5x XP ഇതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുടെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കാണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫണ്ടിങ് നോക്കുകയാണെങ്കിൽ ഏകദേശം 7.5 മില്യണൊക്കെ ഇവർ ഓൾറെഡി ഫണ്ടിങ്ങിൽ റേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലേക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി എങ്ങനെ ഇതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജോയിൻ ഏർലി ആക്സസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ID അവിടെ കൊടുക്കുക. ആ ഒരു ഇമെയിൽ IDയിലേക്ക് ഇവരൊരു OTP അയച്ചു തരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ അക്കൗണ്ട് സെറ്റ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു പാസ്വേഡും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് കീ ജനറേറ്റ് ആയിട്ട് തരുന്നതായിരിക്കും. ആ പ്രൈവറ്റ് കീ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എടുത്തു വെക്കേണ്ടതാണ്. അതിനുശേഷം നമുക്കിതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു ഇൻവൈറ്റ് കോഡിൻ്റെ ആവശ്യമുണ്ട്. സോ ആ ഒരു ഇൻവൈറ്റ് കോഡ് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം റെഡീം ഇൻവൈറ്റ് കോഡ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. എൻ്റെ കുറച്ച് ഇൻവൈറ്റ് കോഡ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ബാക്കി ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നമ്മൾ ഇൻവൈറ്റ് കോഡ് അടിച്ച് കൊടുത്ത് വരുന്ന ഇൻ്റർഫേസ് ഏകദേശം ഇതുപോലെയായിരിക്കും. ഇവിടെ നമ്മുടെ ബാലൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സൊലാന നെറ്റ്വർക്കിലേക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാണാനായിട്ട് പറ്റും. ഓക്കെ, ഏതൊക്കെ കോയിൻസാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സൊലാന ഡെപ്പോസിറ്റ് ചെയ്യാം, USDT ഡെപ്പോസിറ്റ് ചെയ്യാം, USDC ഡെപ്പോസിറ്റ് ചെയ്യാം. ഏതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിൽ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ ഒരു പ്രൊജക്റ്റ് നോക്കി കാണാനായിട്ട് പറ്റും. ആബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീം കോയിൻ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും 5x XP ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ ഞാൻ ഇന്നിവിടെ ആബിളാണ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ മിനിമം ബാലൻസ് $5 ആണ് എന്നും അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു കാര്യം നിങ്ങൾ ഡിഫ്ലോയിൻ്റെയും അതുപോലെ തന്നെ ആബിളിൻ്റെയും ട്വിറ്ററിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആബിൾ എന്ന് പറയുന്നത് ഞാൻ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ട് വാച്ച് ചെയ്യുന്നൊരു മീം പ്രൊജക്റ്റാണ്. കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ്. എനിക്ക് ഏറ്റവും സേഫായിട്ടാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും USDTയോ സൊലാനയോ ഇഷ്ടമുള്ളതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു 5x ബൂസ്റ്റ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആബിൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആബിളിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് എടുക്കണം. ആബിളിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് കോയിൻ നിന്ന് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള കുറച്ച് സൊലാന നമ്മൾ റേഡിയം എക്സ്ചേഞ്ചിൽ നിന്ന് ആബിളിലേക്ക് സ്വാപ്പ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റേഡിയം എക്സ്ചേഞ്ചിൽ പോവുകയാണ്. അതിനുശേഷം നമ്മൾ സൊലാനയിൽ നിന്ന് നമ്മുടെ ആബിളിലേക്ക് കോയിൻസ് സ്വാപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ആബിളിൻ്റെ കോൺട്രാക്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടെലഗ്രാമിലും ഒക്കെ കൊടുത്തേക്കാം. അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 0.31 സൊലാനയാണ് ഇവിടെ സ്വാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 1740 ആബിൾ കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളവിടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കൺഫേം കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സൊലാന വാലറ്റ് എന്ന് പറഞ്ഞാൽ ഫാൻഡം ആണ്. നിങ്ങൾക്ക് ഫാൻഡം വാലറ്റിലേക്ക് സൊലാന കൊണ്ടുവന്നതിന് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ നിന്ന് സൊലാന കൊണ്ടുവന്നതിന് ശേഷം ആ സൊലാന റേഡിയം എക്സ്ചേഞ്ചിൽ നിന്ന് സ്വാപ്പ് ചെയ്തിട്ട് ആബിളിലേക്ക് മാറ്റാവുന്നതാണ്. റേഡിയത്തിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, നമ്മുടെ സ്വാപ്പിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ആബിൾ ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ആബിൾ ടോക്കൺസിന് നമ്മൾ എന്ത് ചെയ്യണം? നേരെ നമ്മുടെ ഡീഫ്ലോ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഡീഫ്ലോ എക്സ്ചേഞ്ചിൻ്റെ ആ ഒരു ഇൻ്റർഫേസിലേക്ക് വരികയാണ്. അവിടെ നമുക്ക് ഡെപ്പോസിറ്റ് അഡ്രസ്സ് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സൊലാന അഡ്രസ്സ്, അത് കോപ്പി ചെയ്യുക. അതിനുശേഷം നേരെ വീണ്ടും നമ്മുടെ ഫാൻഡം വാലറ്റിൽ പോവുക. അവിടെ നിന്ന് നമുക്ക് എത്ര ആബിളാണോ ഈ ഒരു ഡീഫ്ലോയിലേക്ക് കൊണ്ടുവരേണ്ടത് അവിടത്തേക്ക് കൊണ്ടുവരുന്ന എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ ഫസ്റ്റ് ഏകദേശം ഒരു 200 കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കി കൊണ്ടുവരുന്നതായിരിക്കും. സോ 200 ആബിൾ സെൻഡ് ചെയ്യുകയാണ്. ചെറിയ രീതിയിൽ സൊലാന ഗ്യാസ് ഫീസ് വേണ്ടി വരും. ട്രാൻസാക്ഷൻ നിങ്ങളിവിടെ അപ്രൂവ് ചെയ്യുക. ഈ ഒരു ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ആബിൾ ടോക്കൺസ് ഡീഫ്ലോയിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ആബിൾ ഇപ്പം നമ്മുടെ
നമ്മുടെ ഡിഫ്ലോയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ് ആണെന്നാണ് കാണിക്കുന്നത്. ആ ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കിവിടെ ക്ലെയിം XP റിവാർഡ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ റിവാർഡ് കിട്ടിയതായിട്ട് കാണാനായിട്ട് പറ്റിയ ഏകദേശം 18 XP ആണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിങ്ങനെ എത്ര സമയം നമ്മൾ ഹോൾഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ XP കൂടിക്കൊണ്ടിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, സാധാരണ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാട്ടും 5x XP ആണ് നമ്മൾ ആബിൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഇൻവൈറ്റ് കോഡ് ഉപയോഗിച്ച് അവരെ റെഫർ ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചും ചെറിയ ബെനിഫിറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഫുൾ ആബിൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം എനിക്ക് എത്രത്തോളം XP വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങളിവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇപ്പം അപ്ഡേറ്റഡ് XP. ഇപ്പോൾ ഏകദേശം ഒരു 113 XP നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം $55 വർത്തായിട്ടുള്ള ആബിളാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം വലിയ എമൗണ്ട് കൊണ്ടിരുന്നോ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ XP കിട്ടുന്നതായിരിക്കും. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇത് ചെയ്യാം. അതുപോലെ തന്നെ 5x നിങ്ങൾക്ക് എക്സ്ട്രാ XP കിട്ടണമെങ്കിൽ ആബിൾ ടോക്കൺ തന്നെ വെച്ച് ചെയ്യാം. വീണ്ടും പറയുന്നു, ആബിൾ എന്ന് പറയുന്നത് ഒരു മീം കോയിൻ ആണ്. അതിൽ നല്ല രീതിയിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മേലേക്കും പോകാൻ താഴത്തേക്കും പോകാം. അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് സേഫായിട്ടാണ് കളിക്കാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് USDT വെച്ച് ചെയ്യാവുന്നതാണ്. USDT അല്ലെങ്കിൽ USDC ഒക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. എല്ലാവരും മാക്സിമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാക്സിമം XP ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രോപ്പ് തരാൻ സാധ്യതയുള്ള പ്രൊജക്റ്റാണ്. ഓൾറെഡി സൊലാനയിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂപ്പിറ്ററൊക്കെ അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കൊടുത്തിരുന്നു. സോ നമുക്കും ഈ ഒരു ഡിഫ്ലോയിൽ നിന്ന് നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.